അങ്ങനെ ഇന്ന് രാവിലത്തെ ലൈവില് റോക്കി കാരണം ഒരു വളരെ നല്ലൊരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി. നമ്മുടെ കിച്ചൺ ടീം തലേന്നാൾ ഉണ്ടാക്കി വെച്ചിരുന്ന സാമ്പാർ, രസം, പുളിശ്ശേരി ഇമാതിരിയുള്ള കറികളെല്ലാനും ചൂടാക്കിയിട്ട് ചോറിൻ്റെ ഒപ്പം വിളമ്പാനായിട്ട് പോയി. ഈ ഒരു സമയത്ത് റോക്കി വന്നവിടെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, തലേന്നാൾ ഉണ്ടാക്കിയ മോശമായിട്ടുള്ള ഭക്ഷണമാണോ ഞങ്ങൾക്ക് തരുന്നതെന്ന്. റോക്കിയുടെ ടോൺ ഇത്തിരി മോശമാണെങ്കിലും റോക്കി പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്സരനോട് നല്ല രീതിയിൽ തന്നെ റോക്കി ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്സര റോക്കിയുടെ വീട്ടുകാരെ പറയുന്നുണ്ട്, റോക്കി അപ്സരയുടെ ഹസ്ബൻഡിനെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ റോക്കി ഇന്ന് രാവിലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സാമ്പാർ, പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ ഈ ഒരു കറികളെല്ലാനും ചീത്ത ആവാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ബിഗ് ബോസ് താരങ്ങൾ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വയറിന് പണി കിട്ടാനായിട്ടും ബിഗ് ബോസിന്റെ ഷോ തന്നെ സ്റ്റോപ്പായി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നല്ല ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇതുവരെ മറ്റുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഇങ്ങനെ കേട്ടിട്ടില്ല. പഴയ ഭക്ഷണങ്ങൾ ചൂടാക്കി എടുത്ത് പിന്നെയും പിറ്റന്നാൾ എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതുവരെ മറ്റുള്ളൊരു കിച്ചൺ ടീം ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ബിഗ് ബോസിൽ ഉണ്ടായ സമയത്ത് റോക്കി തന്നെയാണ് അത് ആദ്യം ചൂണ്ടിക്കാണിക്കുകയും പിന്നെ പറഞ്ഞ ഭാഷ, അതിപ്പോൾ റോക്കിയുടെ ഒരു ബേസിക് ടോൺ ആണ്, അത് പറഞ്ഞ ഭാഷ ഇത്തിരി മോശമായെങ്കിലും പറഞ്ഞ കാര്യം ശരിയായിരുന്നു. അത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. നമ്മുടെ യമുനയൊക്കെ മുന്നോട്ട് എനിക്ക് വന്നിരുന്നു പറഞ്ഞു, ഇത്തരത്തിലുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഈ കറികളെല്ലാനും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ശരിയല്ല, ഇത് ചീത്ത ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. റോക്കി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണെന്നൊക്കെ റോക്കി നമ്മുടെ യമുന എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സിജോ പുതിയ കിച്ചൺ ടീമിനെ ഉണ്ടാക്കിയ സമയത്ത് റോക്കിയെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയിട്ട് റോക്കിയുടെ ടീമിന് കിച്ചണിന്റെ ചുമതലയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ റോക്കി ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് സമ്മതിക്കാം, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പറയുന്ന ഭാഷ കുറച്ച് മോശമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിജോനെ റോക്കി ആക്രമിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നതും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.